അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാഫ് മലയുടെ പിറകിൽ പ്രത്യേകമായൊരു സ്ഥലം സംവിധാനിച്ചിട്ടുണ്ട്. ഖാഫ് മലയോ? അങ്ങനെ ഒരു മലയുണ്ടോ? മലയുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് ഖാഫ് മല. കാണാൻ സാധ്യത കുറവാണ്. ഖാഫ് മല കണ്ട പൂങ്കാറ്റ് എന്ന പാട്ടിലൂടെ ഖാഫ് മല നമ്മൾ പരിചയപ്പെട്ടതാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഷരീഫില് 50-ാമത്തെ അധ്യായം ഖാഫ് മലയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണെന്ന് ഖുർആൻ ഷരീഫിന്റെ വ്യാഖ്യാതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 50-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് ഖാഫ് മലയെ സംബന്ധിച്ചാണെന്ന് മുഫസ്സിറുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഒരു മല ഉണ്ട്, നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു മലയുണ്ട്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ എന്താണ് ഖാഫ് മലയെന്നും അതെവിടെയാണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാഫ് മലയുടെ പിറകിൽ ഒരു സ്ഥലം സംവിധാനിച്ചിരിക്കുന്നു. മംലൂഅത്തും മിനൽ മലായിക, മലക്കുകളാൽ എന്താണ് നിറക്കപ്പെട്ടതാണ്. ഒരുപാട് മലക്കുകളുണ്ട് ആ പ്രദേശത്ത്. ഫീ കുല്ലി യദീൻ, ഓരോ മലക്കിന്റെ കയ്യിലുമുണ്ട് ലിവാ, ഓരോ കൊടിയുണ്ട്. മക്തൂബത്തുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതപ്പെട്ട ഓരോ കൊടി ഓരോ മലക്കിന്റെയും കയ്യിലുണ്ട്. യജ്തമിഊന കുല്ല ലൈലത്തിൻ ഫി റജബ്, റജബ് മാസത്തിന്റെ എല്ലാ രാത്രിയിലും ഖാഫ് മലയുടെ പുറകിലുള്ള പ്രത്യേകമായ സ്ഥലത്ത് ഈ മലക്കുകൾ എല്ലാവരും ഒരുമിച്ച് കൂടും. എന്തിനാ ഒരുമിച്ച് കൂടുന്നതെന്നറിയോ? യസ്തഗ്ഫിറൂന ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന് വേണ്ടിയാണ് മലക്കുകൾ ഖാഫ് മലയുടെ പിറകിലുള്ള പ്രത്യേകമായ ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത്. ബഹുമാനികളെ, റജബ് എന്നത് അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ അതിമഹത്തായ സംവിധാനങ്ങളാണ്. അള്ളാഹു തആല നമുക്ക് മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യുന്ന ഒരു മാസമാണ് റജബ് എന്നുള്ളത്. റജബും ഷഅബാനും റമളാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട മാസങ്ങളാണല്ലോ. അപ്പോൾ ഈ മാസത്തിന്റെ രാവുകളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലാണ്. കാരണം നമുക്ക് വേണ്ടി മലക്കുകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുമ്പോൾ, ബഹുമാനികളെ, നാമും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം എന്നുള്ളതാണ്. റജബ് മാസത്തിലെ രാവുകളിൽ ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ളതായ പാപമോചനം നമുക്ക് ഏറെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തുകൊണ്ട്? നമ്മുടെ ഇസ്തിഗ്ഫാറും നമുക്ക് വേണ്ടിയുള്ള മലക്കുകളുടെ ഇസ്തിഗ്ഫാറും ഒരുമിച്ച് കൂടുമ്പോൾ കാരുണ്യവാനായ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. പരിശുദ്ധ റജബ് മാസത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.